ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ നമ്മുടെ അനിക്ക് മേലെ പിടിമുറുക്കിയിരിക്കുക. സ്നേഹിച്ച പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലടാ എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയാം. പിന്നെ ഇടയ്ക്ക് അവൾ IPS എടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം. എൻ്റെ ഭാര്യ ഒരു IPS കാരിയാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനം തന്നെയല്ലേ എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് പാവം നമ്മുടെ അനി ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുവാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ നയന ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പം ആദർശിൻ്റെ കോള് വന്നു. അപ്പോൾ ആദർശ് വിളിച്ചു, ഹലോ എന്തെടുക്കുക എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആദർശനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നയന പറയുമ്പോൾ വിളിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് വിളി വന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതല്ലേ ഞാൻ വിളിച്ചത് എന്ന് ആദർശ് നയനയോട് ചോദിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നു ആദർശ് ചേട്ടാൻ ചോദിക്കുമ്പം ഫ്ലൈറ്റിലല്ലേ, അതുകൊണ്ട് യാത്രാക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനി ഇവിടേക്കൊന്ന് നേരെയാക്കണമെന്നും എല്ലാം കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്നും ആദർശ് ഇങ്ങനെ നയനയോട് പറയുന്നു. അപ്പോൾ എല്ലാം ശരിയാക്കിയിട്ട് പെട്ടെന്ന് വരാൻ നോക്കണം കേട്ടോ എന്ന് നയന പറയുന്നു. അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. അവനാണോ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ് ചേട്ടാ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ കൊടുക്കുമ്പോൾ മോളല്ലേ അവരെ ശബ്ദം കേൾക്കാൻ കാത്തിരുന്നത്, നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു ദേവയാനി. ഞങ്ങൾ സംസാരിച്ചു, ഇനി അമ്മ എന്തെങ്കിലും പറയാൻ പറഞ്ഞ് നയന ഇങ്ങനെ പറയാം. അപ്പോൾ ഫോൺ മേടിച്ചു. അമ്മ അവളുടെ കാര്യം നോക്കിയേക്കണേ, സ്വന്തം കാര്യം പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തവളാണെന്ന് പറയുമ്പം അതെനിക്ക് നന്നായിട്ട് അറിയാലോ, നീ നിൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതിയെന്ന് അമ്മ മോന് പറഞ്ഞും കൊടുത്തു. പിന്നെ നീ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതെന്നും അതിലുള്ള വിഷമം ഇവിടെയുള്ള എല്ലാവർക്കും ഒന്നും പറയുമ്പോൾ അമ്മ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അവൻ വിളിച്ചത് കണ്ടോ, പക്ഷെ അവന് മോളെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എന്തായാലും ഉണ്ടെന്ന് ദേവയാനി പറയുക. അന്നേരം നയനയ്ക്കും ഭയങ്കര സങ്കടം. ഞാനിങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ദേവയാനി കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തെ രണ്ടാളും തമ്മിൽ എന്തൊരു ശത്രുതയായിരുന്നു. ഇപ്പോൾ ഒരു സമയം പോലും രണ്ടാളും തമ്മിൽ കാണാണ്ടിരിക്കാൻ പറ്റാണ്ടായല്ലേ എന്ന് ചോദിച്ചു ദേവയാനി. അത് അമ്മയുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ എന്ന് നയന തിരിച്ചും ചോദിച്ചു. ആദർശേട്ടൻ എന്നെ സ്നേഹിച്ച സമയത്ത് പോലും അമ്മ എന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അത് മോള് പറഞ്ഞത് ശരിയാണെന്നും അങ്ങനെ തുടക്കത്തിൽ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ മോളെ എന്ന് ദേവയാനി അന്നേരം നയനയോട് ചോദിക്കുകയും ചെയ്തു. ഈ കല്യാണം കഴിയുമ്പോഴേ അമ്മായിമ്മയും മരുമോളും തമ്മിൽ ആടയും ചക്കരയും ആയിരിക്കുമ്പോഴാണ് പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് തമ്മിൽ തല്ലും കാര്യങ്ങളും ഒക്കെ കൂടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ തുടക്കത്തിലേ തല്ലായിരുന്നു. അതുകൊണ്ടാ പിന്നീട് മോൾ എന്താണെന്നും ഏതാണെന്നും പിടികിട്ടിയതിന് ശേഷം ഇത്ര അധികം സ്നേഹം എൻ്റെ മോളോട് ഈ അമ്മയ്ക്ക് തോന്നിയതെന്നൊക്കെ ദേവയാനി പറയണം. നമ്മൾ എത്ര സന്തോഷിക്കുമ്പോഴും അതൊക്കെ തല്ലിക്കെടുത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലേ അമ്മേ എന്ന് നയന ഇങ്ങനെ ചോദിക്കുക. അത് കേട്ടപ്പോൾ ശരിയാന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ കാര്യം അമ്മയെ പറഞ്ഞത്. അഭി ആരാണെന്നറിയാതെ ചേച്ചി അവന് വേണ്ടിയിട്ടാണ് നമ്മളോട് എല്ലാവരോടും ഈ യുദ്ധമൊക്കെ ചെയ്യുന്നത്. ചേച്ചിയുടെ പ്രവൃത്തികൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ നയന ചോദിച്ചു. പക്ഷേ ചേച്ചിയെ പറഞ്ഞു തിരുത്താനായിട്ട് പറ്റുന്നില്ലല്ലോ അമ്മ. അതിനി ശ്രമിക്കേണ്ട മോളെ, അതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നവ്യയുടെ രീതിയിൽ തന്നെ ജീവിക്കട്ടെ. അവൾ എന്തായാലും മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മകൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. മോളുടെയും നന്ദുവിൻ്റെയും ചേച്ചിയും അല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും പരിധി വിട്ടൊന്നും അവൾ പോവില്ല എന്നും ദേവയാനി പറയുകയും ചെയ്തു. വഴി തെറ്റി സഞ്ചരിക്കാനൊന്നും അവൾ പോവില്ല. അതുകൊണ്ട് അത് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. ഇതൊക്കെ ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനെ നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി. മോള് വന്നേ വാന്നും പറഞ്ഞ് ദേവയാനി നയനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അകത്ത് പോയിരുന്ന് വീണ്ടും ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ പുതിയ കടയെ പറ്റി ദേവേനി നയനയോട് പറയും. അവിടെയാണെങ്കിൽ പുതിയ ഡിസൈൻസിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു എന്ന് പറയും. വലിയൊരു കോമ്പറ്റീഷൻ നമുക്കുണ്ടാവും അല്ലേ അമ്മേ എന്ന് നയന ദേവയാനോട് ചോദിച്ചപ്പം അതെ, വീടിനകത്തും പുറത്തുമൊക്കെ ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസും കാര്യങ്ങളല്ലേ മോളെ നടക്കുന്നത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. നോക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഗ്ലാമറസ് ആയിട്ട് ഇറങ്ങി വരുന്ന നവ്യ. ഭയങ്കര സ്റ്റൈലിഷായിട്ട് നവ്യ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ വരവ് കണ്ടോ അമ്മയെന്ന് നയന ചോദിച്ചു. അവൾ വരട്ടെ, അവളാണല്ലോ PM ജ്വല്ലറിയുടെ പരസ്യമുഖം. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. പലയിടത്തും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ നയനയോട് ദേവയാനി പറയുക. ഭയങ്കര അടിപൊളിയായിട്ട് കയറി വരുമ്പോഴേക്കും ചേച്ചി ഇത് എവിടെ പോയതാന്ന് ചോദിച്ചു നയന. എനിക്ക് തോന്നുന്നിടത്ത് പോയതാ, എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ നിന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു നവ്യ. അപ്പോഴേക്കും മോള് വന്നോ, പരസ്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ജലജ.
അതൊന്നും ഫൈനലായിട്ടില്ല, എങ്കിലും എൻ്റെ വിഷ്വൽസൊക്കെ ഒരു പെൻഡ്രൈവിലാക്കി തന്നിട്ടുണ്ടെന്ന് നവ്യ പറഞ്ഞു. ആണോ, കാണിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ അത് മേടിച്ചുകൊണ്ടുപോയി ടി വിയിൽ കുത്തുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അതൊക്കെ കാണുമ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന ആ ഒരു ഇതാണ് അവിടെ കാണിച്ചത്. അപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ ജലജ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നാണക്കേട് കൊണ്ട് തല കുനിച്ചിങ്ങനെ നിൽക്കുവാണ്. അതായത് വേഷമൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള വേഷമൊക്കെ ഇട്ടിട്ടാണ് നവ്യ ആടിന് പോസ് ചെയ്ത് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് ഓഫ് ചെയ്യാൻ പറഞ്ഞു മുത്തശ്ശി. എന്തിനാ ഓഫ് ചെയ്യുന്നത്? ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ പരസ്യങ്ങളൊക്കെ ടി വിയിലൂടെ മുത്തശ്ശിക്ക് കാണേണ്ടി വരുമെന്ന കാര്യം നവ്യ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നു. ഇത് കണ്ടിട്ട് മുത്തശ്ശനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. AM ജ്വല്ലറിയുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടതോടെ എനിക്ക് വന്ന ഏറ്റവും വലിയ ഓഫറാണ് ഈ പരസ്യം എന്ന് നവ്യ പറയുക കേട്ടോ. അയ്യോ, ജലജ അങ്ങ് തുള്ളുക സന്തോഷം കൊണ്ട്. പരസ്യമൊക്കെ കൊള്ളാം, മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. പക്ഷേ കുറച്ചുകൂടി മാന്യമായ വസ്ത്രം ധരിച്ച് നിനക്കിതൊക്കെ ചെയ്തുകൂടെയും ചോദിക്കുമ്പം ഇതിലെ മാന്യത കുറവൊന്നും ഞാൻ കാണുന്നില്ല എന്ന് നവ്യ അന്നേരം മുത്തശ്ശനോട് പറയുക. അബിക്കും ഇതിൽ എതിർപ്പൊന്നും ഇല്ലേ എന്ന് നയന ചോദിക്കുമ്പം അവൻ എതിർത്തിട്ടും കാര്യമൊന്നുമില്ല, ഇത് എൻ്റെ ഇഷ്ടമാണെന്ന് നവ്യ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയ്യോ മുത്തശ്ശൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കും ഒക്കെ ഇതിൽ എതിർപ്പുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അങ്ങ് പുറത്താക്കട്ടെ എന്നും നവ്യ പറയുക കേട്ടോ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രീതിയിൽ സംസാരിക്കാം. എനിക്കും എൻ്റെ കുഞ്ഞിനുമേ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായെന്നും നവ്യ ഇങ്ങനെ ഇവരോട് പറയാം. അത്രയ്ക്ക് വർക്ക് തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും പറയുവാണ്. എനിക്കും എൻ്റെ മോനും ജീവിക്കാനുള്ള വക ഇതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാമെന്നും നവ്യ ഇവരോടെല്ലാവരോടും വെല്ലുവിളിക്കുവാണ്. അതും ഭയങ്കര ഇതായിട്ട് പോയി അഭിനയിച്ചിട്ട്. ഇനിയിപ്പോൾ എന്നെ സിനിമയിൽ അഭിനയിക്കാനും വിളിച്ചെന്ന് വരും. അങ്ങനെ ഒരു ചാൻസ് വന്നാലും ഞാൻ പോകും. ജ്വല്ലറി നടത്തി ഈ വീട്ടിലുള്ളവർ പ്രശസ്തരായില്ലേ, എന്നാൽ നിങ്ങളെയൊക്കെ തിരിച്ചറിയാത്തവർ പോലും ഇനി എന്നെ തിരിച്ചറിയാൻ തുടങ്ങുമെന്ന് നവ്യ ഇവരെ എല്ലാവരെയും വെല്ലുവിളിക്കണം. അങ്ങനെ നവ്യ ഇവരെ എല്ലാവരും വെല്ലുവിളിക്കുമ്പോൾ എന്നും പറഞ്ഞിങ്ങനെ ജലജ നിൽക്കും കേട്ടോ. അതുപോലെയാണ് AM ജ്വല്ലറിയുടെ പരസ്യം ഇപ്പോൾ പത്രത്തിലും ചാനലിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിറഞ്ഞു നിൽക്കുക. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുക. ടൗണിലൊക്കെ എൻ്റെ ഫ്ലെക്സ് വരെ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനാ ഹൈലൈറ്റ്, അറിയാവോ എന്നൊക്കെയാണ് നവ്യ എല്ലാവരോടും ചോദിക്കുന്നത്. നവ്യ പരിധി വിട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ദേവയാനി വരെ നടുങ്ങി ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കണ്ടും കേട്ടും. അയ്യോ, ജലജയ്ക്ക് എന്താ സന്തോഷം. അപ്പം ചേച്ചി ആരുടെ മുന്നിൽ നിന്ന് ഈ സംസാരിക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചു നയന. ഞാൻ ഈ വീട്ടിലെ അംഗങ്ങളുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്, അനാവശ്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നവ്യ എല്ലാവരുടെയും മുന്നിൽ വലിയതായിട്ട് സംസാരിക്കുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് ഇപ്പോൾ ജോലിയില്ല, അത് മനസ്സിലാക്കിയിട്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ് ഞാൻ, അല്ലാതെ അതിന് വേറൊന്നും കാണണ്ട. അവിടെ എനിക്ക് അഭിയുടെ സപ്പോർട്ട് മാത്രം മതി, മറ്റാരുടെയും ഉപദേശവും മുഖമൊന്നും എനിക്ക് കാണേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശനെ മുള്ളു വെച്ചുള്ള രീതിയിൽ ഇങ്ങനെ ഈ നവ്യ പറയണു. അതും പറഞ്ഞ് അവിടെ കിടന്ന് അങ്ങോട്ട് വലിയ ആളും കളിച്ചൊരു ബാഗും തൂക്കി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ജലജയുടെ നിപ്പ് കണ്ടപ്പോൾ മുത്തശ്ശന് ഈ വീട്ടിലുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി നീയും നിൻ്റെ മകനും കൂടി അവളെ കയറൂരി വിട്ടിരിക്കുക അല്ലെങ്കിൽ ചോദിച്ചു. അപ്പോൾ അബി അവളോട് ഒരുപാട് പറഞ്ഞ് നോക്കിയതാ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന്. അവൾ കേൾക്കണ്ടേ? അപ്പം നയനയൊക്കെ ഇങ്ങനെ നോക്കുക ഉവ്വ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ അവളെ കൂടുതൽ വിലയ്ക്കുക, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളാരും ഒന്നും മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ എന്നിട്ട് ഇവരുടെ മുന്നിൽ അയ്യോഭാവം ചമഞ്ഞിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കൈവിട്ട കളിയാണെന്ന് നയനയ്ക്ക് മനസ്സിലായി. നയന എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ. അഭി റൂമിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നവ്യ ഷൂട്ടൊക്കെ കഴിഞ്ഞങ്ങ് വന്നു. ആദ്യത്തെ പ്രതിഫലം ആയതുകൊണ്ട് അവർ ക്യാഷായിട്ടാണ് തന്നത്. ദാ എന്നും പറഞ്ഞു ഇത് നീ വെച്ചോളാൻ പറഞ്ഞ് പൈസ എടുത്ത് നവ്യ അഭിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അഭി ഞെട്ടി. ഇത് വേണ്ട നവ്യേ, നിൻ്റെ പൈസ നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പം അങ്ങനെ നീ ഞാൻ എന്നൊരു വേർതിരിവൊക്കെ നമ്മൾ തമ്മിൽ വേണോടാ എന്ന് നവ്യ ചോദിച്ചപ്പോൾ അതല്ലടാ, നീ ഒരു പ്രതികാര ബുദ്ധിയോടെ പോയി വർക്ക് ചെയ്താം, അതിന് നിനക്ക് കിട്ടിയ പ്രതിഫലം നീ എനിക്ക് തരുന്നത് ശരിയല്ല എന്നും ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാമെന്നും അഭി പറയാം. എന്നാലും ആദ്യം കിട്ടിയ പ്രതിഫലം എനിക്ക് നിന്നെ ഏൽപ്പിക്കണമെന്ന് തോന്നി, ഇത് നീ ഐശ്വര്യമായിട്ട് വാങ്ങാനായിട്ട് നവ്യ അഭിയോട് പറയാം. അയ്യോ അല്ല, നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ എനിക്ക് തന്നേക്കാൻ അഭി പറഞ്ഞു. എന്നിട്ട് ഇല്ലാണ്ട് ആ കാശ് വാങ്ങിച്ച് ഭയങ്കര സന്തോഷം. എന്നിട്ട് രണ്ട് കണ്ണിലുമൊക്കെ വെച്ച് ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിനയം. അപ്പോൾ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും എനിക്കും അമ്മയ്ക്കും ഒന്നും ജീവിക്കാൻ പാടില്ല ഇവിടെ ഉള്ളിടത്തോളം കാലമെന്ന് അഭി പറയുക. പിന്നെ എങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടതായിട്ട് വരും. പിന്നെ
അതിനെന്താ ഒരു പരിഹാരം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിനക്ക് ഇങ്ങനെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുമ്പം എനിക്ക് ഈ ഫീൽഡിൽ നല്ല ഭാവിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കിലും എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നവ്യ വന്ന് പറയണം. എന്ന് മാത്രമല്ല, ഞാൻ കോടികൾ കൊയ്യുന്ന അനന്തപുരിയിലെ മരുമകളാണെന്ന് അറിഞ്ഞതോടെ അവർ പ്രതിഫലം ഒട്ടും കുറച്ചില്ലടാ, ചോദിക്കാതെ തന്നെ നല്ല തുകയാടാ തന്നതെന്നൊക്കെ നവ്യ ഇങ്ങനെ പറയും കേട്ടോ. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് നിനക്ക് കേട്ടോ എന്നൊക്കെ പറയുമ്പം പറഞ്ഞു നിൽക്കും അഭി. ഞാൻ പരസ്യം കണ്ടിട്ട് അവരെ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓപ്പറേറ്റ് ചെയ്തെന്ന് നീയല്ലേ എന്ന് ചോദിക്കുമ്പം അതെ, അവർക്ക് മൂർത്തി ജ്വല്ലറിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് തുടക്കത്തിലെ നല്ലൊരു പരസ്യം വേണമായിരുന്നു എന്നും ഇനിയിപ്പോൾ പരസ്യത്തിൽ മാത്രമല്ല പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്തയായിട്ടും വരും, മൂർത്തി ജ്വല്ലറിയിലെ മരുമകളാണ് AM ജ്വല്ലറിയുടെ പരസ്യത്തിലുള്ളതെന്ന്. അപ്പം പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ മൂർത്തി ജ്വല്ലറിക്ക് ക്ഷീണം തന്നെയാണെന്നൊക്കെ പറയുമ്പം ക്ഷീണം ആവട്ടെ, അങ്ങനെ ക്ഷീണിച്ചിട്ട് ഇനിയും ചോദ്യങ്ങളായിട്ട് വരട്ടെ. ഇനി നിന്നെ ആരും കൂടുതൽ ചോദ്യം ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നവ്യെ, നീ നിന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം എടാ ഇനി നീ എന്നെ എതിർത്താലും ശരി, ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുമെന്ന് നവ്യ അഭിയോട് പറയുക. ഒരിക്കൽ അങ്ങനെ പോയപ്പോഴേ ഈ വീട്ടിലുള്ളവരുടെ വാക്ക് കേട്ട് ഞാൻ അന്ന് അത് വേണ്ടെന്ന് വെച്ചതാ. ഇനി പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു മാറ്റവും ഇല്ല. എത്ര കോടീശ്വരന്മാരായാലും അന്യൻ്റെ ചിലവിൽ ജീവിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടടാ. നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണ്ടേ? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കുകയും വേണമെന്നൊക്കെ പറയുമ്പോൾ നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ് നവ്യേ എന്നും പറഞ്ഞ അഭി. നിന്റെ അനിയത്തിയില്ലേ നയന, അവളുടെ ഭർത്താവ് അഴുക്കുചാലിൽ കൂടി നടന്ന ഒരുത്തനാണെന്ന് മനസ്സിലായിട്ടും അവൻ്റെ കുഞ്ഞിനെ താരാട്ട് പാടിക്കൊണ്ട് അവൾ സ്വന്തം നേട്ടത്തിനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന കാര്യം അഭി നവ്യയോട് ചോദിച്ചു. അവളെ കമ്പനിയിലെ വലിയ ഡിസൈനറാക്കി അവൾക്ക് പ്രശസ്തി കൊടുത്തു, പണം കൊടുത്തു. അതിൽ മയങ്ങിപ്പോയി നയന. അവിടെയാണ് നീ വ്യത്യസ്തയാകുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം അയ്യോ എന്തൊരു സന്തോഷമാണ് നവിക്കാം. ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകണം, പിന്നെ എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നമുക്ക് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണം എന്നും പറഞ്ഞു. അത് നിനക്ക് ആദ്യ പ്രതിഫലം കിട്ടിയതിൻ്റെ സന്തോഷമൊന്നുമല്ല, ഇതുപോലെ ഒരു ഭാര്യ എനിക്ക് ദൈവം തന്നതിൻ്റെ നന്ദിയായിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കുപ്പിയിൽ ഇറക്കി പതപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അനന്തപുരിയിൽ എന്നോടും നിന്നോടും ഒക്കെയുള്ള ഇവരുടെ വേർതിരിവും വ്യത്യാസവും, ആ വ്യത്യാസം വേർതിരിവൊക്കെ ഇപ്പോഴും അവർക്കെല്ലാവർക്കും ഉണ്ട്. നീ നന്നാവുന്നത് അവർക്കൊന്നും ഇഷ്ടമല്ല നവ്യെ. അതിൽ ശരിക്കും കുശുമുണ്ട് അവർക്കെല്ലാവർക്കും. അതുകൊണ്ടാണ് എൻ്റെ പെണ്ണിൻ്റെ കുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞിനേക്കാളും നിൻ്റെ നയനെ ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും. അപ്പോൾ എല്ലാം ഞാൻ കാണുന്നുണ്ടടാ. അതിനൊക്കെയുള്ള മറുപടി ഞാൻ ഇനി കൃത്യമായിട്ട് കൊടുത്തിരിക്കുമെന്ന് നവ്യ അഭിയോട് പറയണം. അവൾക്ക് എന്നോട് പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. പരസ്യത്തിൽ അഭിനയിക്കാൻ പോകരുതെന്ന് പറഞ്ഞാലേ ഞാൻ അവളുടെ മുഖത്താട്ടും എന്ന് നവ്യ അഭിയോട് പറയണു. അഭിക്ക് അത് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഇവനിങ്ങനെ ചെകുത്താൻ്റെ മോന്തയും പിടിച്ചിങ്ങനെ നിൽക്കുക. ആ പൈസ എണ്ണിക്കൊണ്ട് ഇങ്ങനെ വന്ന് വലിയ ചിരിയും ചിരിച്ച് വന്ന് നിൽക്കുമ്പം ജലജ കയറി വരുന്നു. ജലജ ഈ പൈസ കണ്ടപ്പോഴത്തേനും കണ്ണു മുഞ്ഞളിച്ച് ഇങ്ങനെ നിൽക്കുക. ഇത് എവിടുന്നാടാ ഈ പൈസ എന്ന് ചോദിച്ചു. ഇതേ എൻ്റെ ഭാര്യ പരസ്യത്തിൽ അഭിനയിച്ചതിൻ്റെ പ്രതിഫലമാ എന്ന് അഭി ഇങ്ങനെ പറയുമ്പം അത് കൊള്ളാലോടാ, പകുതി ഇങ്ങ് താടാ എന്ന് ജലജ. നേർ പകുതിയുണ്ട്, അമ്മ എടുത്തോളാൻ പറഞ്ഞ് അമ്മയ്ക്കും കൊടുത്തു. അയ്യോ അമ്മ ഇതെല്ലാം കൂടെ പൊക്കി പിടിച്ചു യോ അയ്യോ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മ അവൾക്ക് നല്ല ഡിമാൻഡ് ആയിരിക്കാം അമ്മയെന്ന് അഭി പറയുമ്പം ആണോ? AM ജ്വല്ലറി നമ്മുടെ എതിർചേരിയാ, പിന്നെ അവരുടെ എല്ലാ പരസ്യവും ഇനി അവളായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അഭി പറഞ്ഞു. അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ പിൻവാതിലിലൂടെ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പം നന്നായിടാ, നമുക്ക് എന്തായാലും ഈ കളി ലാഭം തന്നെയാടാ, ഒരു നഷ്ടം ഉണ്ടാകാനില്ലടാ. പിന്നെ അതെ, അതുകൊണ്ടാണ് ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് അഭി പറയുക. ഇനിയിപ്പോൾ നഷ്ടം മാത്രം ഉണ്ടാകാൻ പോകുന്നത്, ജീവിതം ദുരിതമാകാൻ പോകുന്നത് ഇവിടെയുള്ളവർക്കാണെന്നും അഭി ജലജയോട് പറയുക കേട്ടോ. ഒരുത്തൻ്റെ കയ്യിൽ വിലങ്ങ് വീഴാറായമ്മേ, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ എന്നെ അവൻ ജയിലിൽ കിടത്തിയത് 14 ദിവസമാണെങ്കിൽ അവൻ അതിൻ്റെ ഇരട്ടി ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയണം. അന്നേരവും ജലജ ഭയങ്കര ഇതായിട്ട് നിൽക്കുക. ചിലപ്പോൾ ഇനി പുറത്ത് വരാതെയും ഇരിക്കും. ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ പറയുമ്പം നിന്നെ ആരാടാ അവിടെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു ജലജ. അതൊക്കെ ഉണ്ടമ്മേ, മൂർത്തി ജ്വല്ലറി ഇങ്ങനെ തഴച്ചു വളരുന്നതിൽ അസൂയുള്ള ഒരുപാട് പേരുണ്ട്. അവർ നമ്മുടെ ജ്വല്ലറിയുടെ തകർച്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. അതുകൊണ്ടാണ് ഈ കുടുംബത്തിലൊരു പെൺകുട്ടി പരസ്യത്തിൽ അഭിനയിക്കാൻ തയ്യാറായപ്പോൾ അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചതെന്ന കാര്യം അഭി ഇങ്ങനെ ജലജയോട് പറഞ്ഞു. അല്ലാതെ നവ്യയ്ക്ക് അതിനുള്ള മെറിറ്റ് ഉണ്ടായിട്ടൊന്നും അല്ലാന്നും പിന്നെ
അവൾ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്തു. പക്ഷെ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഒരിക്കലും അവളെ അവർ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണോ സംഭവിക്കുന്നത്? കോടികൾ കൊടുത്ത് ഏതെങ്കിലും വലിയ സ്റ്റാറുകളെ കൊണ്ടുവരേണ്ട ആസ്തിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടമ്മേ. പക്ഷേ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇവളെ തന്നെ അവർ സെലക്ട് ചെയ്തതേ അവൾ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണെന്ന കാര്യം അഭി ഇങ്ങനെ ജലജയോട് പറഞ്ഞു. ഇതേ അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യും അമ്മേ, അതിനൊരു സംശയം വേണ്ട. അവിടെ കിടിവുണ്ടാകാൻ പോകുന്നത് മൂർത്തി ജ്വല്ലറിക്കാണെന്ന് പറയുമ്പം ഇടിയട്ടടാ, ഇടിഞ്ഞങ്ങ് താഴട്ടെ, ഒരവസരം കിട്ടിയപ്പോൾ നിന്നെ പറഞ്ഞു വിട്ടതല്ലേ, അതിനനുഭവിക്കട്ടെ എന്ന് ജലജ പറയുമ്പം ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് അഭി. പിന്നെ എനിക്ക് അമ്മയും അവളെയും പോലെ ഇവിടെ കിടന്ന് പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല അമ്മയെന്ന് പറയുമ്പം അതെന്താ പറ്റാത്തോന്ന് ചോദിച്ചു അമ്മ മോനോട്. അതിന് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടമ്മേ എന്ന് അഭി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കുക, നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് നയനയും ആദർശം കൂടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടല്ലേടാ, നീ അവരുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കിയാണല്ലോ നിൽക്കുന്നത്, എന്താടാ അതിൻ്റെ കാരണം ചോദിക്കുമ്പം അങ്ങനെ തൽക്കാലം എനിക്ക് നിന്നേ പറ്റുള്ളമ്മേ, അല്ലാതെ ശരിയാവില്ല. അവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് ഞാൻ നവിയെ പരമാവധി ചൂട് പിടിപ്പിച്ചോളാം. അവളോട് അമ്മയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. മരുമോളോട് സ്നേഹം നടിച്ചിട്ട് അവളെ ഈ വീട്ടിലുള്ളവരുടെ ശത്രുവാക്കി മാറ്റിയെടുക്കണം. അപ്പം അത് ഞാൻ പരമാവധി ചെയ്യുന്നുണ്ടല്ലോടാ. അതൊന്നും പോരമ്മേ, അവൾക്ക് അവളുടെ അനിയത്തിമാരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതേ ദേഷ്യം ഈ വീട്ടിലുള്ളവരോടും ഉണ്ടാവണം. അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. നവ്യയാണ് ഇനി നമ്മളുടെ തുറുപ്പ് ചീട്ട്. അതമ്മ മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കുക മോൻ. അവളെ കൊണ്ടേ നമുക്ക് വരുമാനം മാത്രമൊന്നും അല്ല ഉണ്ടാവാൻ പോകുന്നത്, ഈ വീടിൻ്റെ താളം തെറ്റിക്കാനും ഇനി അവൾ വേണം അമ്മേ. അവളെ വെച്ച് ഇതിൻ്റെ അടിത്തറ നമുക്ക് തോണ്ടണം. അത് നമ്മളൊരു വ്രതമായിട്ട് തന്നെ എടുക്കണം, എങ്കിലേ കാര്യം നടക്കുള്ളൂ എന്ന് പറയുമ്പം എടാ പൈസയൊക്കെ കിട്ടിയില്ലേ, ഇന്ന് ഏതായാലും അവളെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയി അടിച്ചു പൊളിച്ചാലോ എന്ന് ജലജ ചോദിക്കുമ്പം അതമ്മ എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാന്നേ എന്നും പറഞ്ഞുകൊണ്ട് അഭിമാനം അവിടെ നിന്ന് പോയി. ഈ കൈ കിട്ടിയ കാശും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അത് എണ്ണി മതിയാകാതെ വീണ്ടും വീണ്ടും എണ്ണിക്കൊണ്ടും ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ ജലജ. അങ്ങനെ ജലജയുടെ ഈ അത്യാഗ്രഹവും ആർത്തിയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗെയിൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.